നടൻ ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ പോലീസ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 2 ACPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഓടിയത് എന്തിന് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുന്നത്. സാഹസിക രക്ഷപ്പെടൽ എന്തിനാണെന്ന് അറിയേണ്ടതുണ്ട്. എന്തിന് സംസ്ഥാനം വിട്ടു എന്ന ചോദ്യവും ഉയരുന്നു. പൊള്ളാച്ചിയിൽ തന്നെ പോയത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. ലഹരി സംഘങ്ങളുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ടോ എന്നതിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടക്കും. ലഹരി കേസിലെ മുഖ്യ കണ്ണിയുമായി സജീർ എന്ന ലഹരി മാഫിയയുടെ പങ്കാളി, അയാൾക്കായിട്ടാണ് പോലീസ് ആ ഹോട്ടലിലെത്തിയിരുന്നത്. അയാളുമായി എന്താണ് ബന്ധമെന്നുള്ള ചോദ്യമുണ്ട്. സജീറുമായുള്ള ഇടപാടുകളെന്ത്, ഹോട്ടലിൽ കാണാനെത്തിയത് ആരൊക്കെ എന്നുള്ള ചോദ്യമുണ്ട്. ഫോണിൽ വിളിച്ചത് ആരൊക്കെയാണ്, സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിലെന്ത് തുടങ്ങി നിർണായകമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുകയാണിപ്പോൾ 2 ACPമാർ. അർജുൻ മട്ടന്നൂർ, SS ശരൺ, ലേബി സുജീന്ദ്രൻ എന്നിവരാണ് വിവരങ്ങളുമായി ഉള്ളത്. ആദ്യം SS ശരണിലേക്കാണ്. ശരൺ, ഇപ്പോൾ ചോദ്യം ചെയ്യൽ 1 മണിക്കൂർ പിന്നിടുകയാണ്. 2 ACPമാരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ, ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ, നേരത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത് കാണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ, അത് പുരോഗമിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ശരൺ? സ്മൃതി, ചോദ്യം ചെയ്യൽ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സെൻട്രൽ ACP ആയ C ജയകുമാറും ഒപ്പം തന്നെ നർക്കോട്ടിക് ACP ആയ അബ്ദുൽ സലാമും ഈ 2 പേരുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് സൗത്ത് ACP രാജ്കുമാർ കൂടി, ഞാൻ ശരണിലേക്ക് വരാം. അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, ഇപ്പോൾ 3 ACPമാരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്നാണ് അറിയുന്നത്. നോർത്ത്, സൗത്ത് ACPമാർ, അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് ACPയും അല്ലേ? സ്മൃതി, അതെ, ഇപ്പോൾ 3 ACPമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ACP C ജയകുമാർ, അതോടൊപ്പം തന്നെ സൗത്ത് ACP രാജ്കുമാർ, നർക്കോട്ടിക് ACP അബ്ദുൽ സലാം എന്നിവരാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്. അല്പസമയം മുമ്പാണ് സൗത്ത് ACP കൂടി ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മുൻപ് ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, പരാതികൾ, വിവാദങ്ങളൊക്കെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ കടക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ എക്സൈസിൻ്റെ പിടിയിലായ തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന പ്രതി നൽകിയ മൊഴിയിൽ ഷൈൻ ടോം ചാക്കോയുടെ പേരുണ്ട്. അത്തരത്തിൽ അവരുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ഷൈൻ ടോം ചാക്കോയുമായി ഇടപാടുകൾ നടത്തിയവർ ആരൊക്കെ, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവർ ആരൊക്കെയാണ്, അതിൽ ലഹരി ഇടപാട് ബന്ധമുള്ള ആളുകളുണ്ടോ, മാത്രവുമല്ല ഇവരുമായി ലഹരി ഇടപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ഈ ഹോട്ടലിലേക്ക് എത്തിയത് എന്തിനാണ്, അവിടെ മുറിയെടുത്തത് എന്തിനാണ് എന്ന ചോദ്യവും പോലീസിന് മുമ്പിലുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ആ നിമിഷം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടാനിടയായ സാഹചര്യം എന്ത് എന്നും അന്വേഷിക്കുന്നുണ്ട്. അന്ന് ഡാൻസ് ഓഫ് സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 32 ചോദ്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചോദ്യാവലിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ കഴിഞ്ഞ 2 ദിവസമായി ഷൈൻ ടോം ചാക്കോ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ തോതിലുള്ള പരിഹാസവും വിമർശനവും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാതെ സാധാരണ രീതിയിൽ ഷൈൻ ടോം ചാക്കോയെ നമ്മൾ കാണുന്നതിന് വിപരീതമായ ഒരു ശൈലിയാണെന്ന് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിൻസി അലോഷ്യസിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട സിനിമയുടെ പോസ്റ്ററുകൾ, അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ഓടുന്നു എന്ന വാർത്തകളെ പരിഹസിച്ചുകൊണ്ടുള്ള ചില വീഡിയോ
വീഡിയോകളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ അത്തരം യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നേരത്തെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയും നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു. ഈ നിയമോപദേശം തേടിയ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഇത്തരത്തിൽ മറ്റ് പ്രതികരണത്തിന് മുതിരാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയും പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി തന്നെ കൃത്യമായി പോലീസിന് മുന്നിലേക്ക് എത്തിയാൽ ചോദ്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ കൃത്യമായി തന്നെ അഭിഭാഷകരുമായി ഷൈൻ ടോം ചാക്കോ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഒരു കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട വർഷങ്ങളോളം വിചാരണ നേരിട്ട ആളാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി കൃത്യമായി ഏത് തരത്തിലായിരിക്കും ചോദ്യങ്ങളെ നേരിടേണ്ടി വരിക എന്ന കാര്യം കൃത്യമായി തന്നെ അഭിഭാഷകരുമായി സംസാരിച്ച ശേഷമാണ് അഭിഭാഷകർക്കൊപ്പം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ മറ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോ കൃത്യമായി ഉത്തരം നൽകിയില്ലെങ്കിൽ വീണ്ടും പോലീസിൻ്റെ ചോദ്യങ്ങളുടെ മുന്നിലേക്ക് എത്തേണ്ടി വരുമെന്ന് ഷൈൻ ടോം ചാക്കോക്ക് അറിയാം. മാത്രവുമല്ല ഈ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ അന്വേഷണം ഉണ്ടാവുകയും അത്തരത്തിൽ വേണമെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് അടക്കം പോലീസിന് കടക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ നോട്ടീസ് നൽകിയതിന് പിന്നാലെ പോലീസ് പറഞ്ഞ സമയത്ത് തന്നെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ആത്മവിശ്വാസമാണ് ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബമടക്കം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഓലപ്പാമ്പ് കാട്ടിപ്പേടിപ്പിക്കേണ്ട കേസ് ഒന്നുമില്ലല്ലോ, കേസ് വന്നാൽ മാത്രം നോക്കിയാൽ പോരെ എന്നായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ഇന്നലെ പ്രതികരിച്ചത്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം ഷൈൻ ടോം ചാക്കോയുടെ കുടുംബവും ഷൈൻ ടോം ചാക്കോക്ക് ഒപ്പമുള്ളവരുമുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അഭിഭാഷകർക്കൊപ്പമാണ്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ ചിലർ കൂടി ഷൈൻ ടോം ചാക്കോക്ക് ഒപ്പമുണ്ട്. അത്തരത്തിൽ വലിയ സൗഹൃദ വലയത്തിന് ഉടമയായ ഷൈൻ ടോം ചാക്കോ അവർക്കൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി മാറി നിന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പൊള്ളാച്ചിയിലുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ ഇന്നലെ നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഹാജരാകുമെന്നായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറം പറഞ്ഞ സമയത്ത് രാവിലെ നോട്ടീസിൽ പറഞ്ഞ അതേ സമയം 10 മണിക്ക് തന്നെ കൃത്യം ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അഭിഭാഷകരുടെ വാഹനത്തിൽ എത്തുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിലേറെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ 3 ACPമാർ, അതായത് സെൻട്രൽ ACP, സൗത്ത് ACP, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ACP എന്നിവരാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നേതൃത്വം കൊടുക്കുന്നത്. മാത്രമല്ല നേരത്തെ ഈ ഡാൻസ് ഓഫിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ഈ സെൻട്രൽ ACPക്ക് ലഭിച്ചിരുന്നു. അതായത് ഈ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയതിൽ ചില ദുരൂഹതകളുണ്ട്, അതിൽ ചില സംശയങ്ങളുണ്ട് എന്ന് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ട് ഡാൻസ് ഓഫ് സംഘം എറണാകുളം സെൻട്രൽ ACPക്ക് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. മാത്രമല്ല സർക്കാരും ഇത്തരത്തിൽ കർശനമായ നടപടിയിലേക്ക് കടക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എക്സൈസ് മന്ത്രിയും ഇത്തരത്തിൽ ഇന്നലെ പ്രഖ്യാപനം നടത്തിയിരുന്നു. എക്സൈസും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് വിവരങ്ങൾ തേടാനും മൊഴിയെടുക്കാനും ആവശ്യമുണ്ടെങ്കിൽ നടപടിയിലേക്ക് കടക്കാനും തീരുമാനിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, അവർക്കൊപ്പം എവിടെയൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പോലീസിന് പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം ഷൈൻ ടോം ചാക്കോ മാറി മാറി താമസിച്ച ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചത്. മാത്രമല്ല വിശദമായി തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ദിവസം ഷൈൻ ടോം ചാക്കോയെ ഈ ഹോട്ടൽ മുറിയിൽ സന്ദർശിക്കാൻ വേണ്ടി എത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അന്ന് ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോക്ക് പോലീസ് എത്തി എന്ന വിവരം ഹോട്ടലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ജീവനക്കാർക്ക് കൂടി ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടുന്നതിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുമായാണോ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട സംശയം. മാത്രവുമല്ല അത്തരത്തിൽ അവിടെ ലഹരി ഇടപാടുകളോ മറ്റോ നടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരൻ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘം രാത്രി 10 ഈ കലൂരിലെ ഹോട്ടലിനടുത്തേക്ക് എത്തിയത്. അത്തരത്തിലാണ് അവിടെ സംശയത്തിൻ്റെ പേരിൽ ഹോട്ടലിൽ കയറി പരിശോധിക്കുകയും അപ്പോഴാണ് റിസപ്ഷനിൽ ഉള്ള ബുക്കിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് രേഖപ്പെടുത്തിയതും കണ്ടത്. അതിന് പിന്നാലെയാണ് 3-ാം നിലയിലുള്ള 314 നമ്പർ മുറിയിലേക്ക് ഡാൻസ് സംഘം എത്തിയത്. ഡോറിൽ മുട്ടിയെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ വാതിൽ തുറന്നില്ല. പിന്നീട് റൂം സർവീസ് വേണ്ട എന്ന് പറയുകയും ചെയ്തു. വീണ്ടും മുട്ടിയപ്പോൾ ഇത് പോലീസാണ് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. മാത്രവുമല്ല അന്ന് മറ്റൊരു ആഡംബര ഹോട്ടലിൽ താമസിച്ചിരുന്നെങ്കിൽ പോലും പിറ്റേന്ന് പൊള്ളാച്ചിയിലേക്ക് അടക്കം
കടക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും പോലീസാണ് പരിശോധനയ്ക്ക് എത്തിയത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തിനാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.